PTA ഒത്തുകൂടി ഒത്തുകൂടി ആദ്യമായി OISEC സംഘടിപ്പിച്ചു. സെബി വെള്ളത്തറക്കാരൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങളൊരു സ്റ്റേജ് കെട്ടാനാണ് തീരുമാനിച്ചത്. ആ സ്റ്റേജിൻ്റെ സ്ഥലത്താണ് നിങ്ങളിരിക്കുന്നത്. സെബി വെള്ളത്തറക്കാരൻ്റെ ഷീജ ടീച്ചർ ഓർത്തതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാലങ്ങൾ മാറുമ്പോൾ മരിച്ച ആളുകൾ വിസ്മൃതരാകുന്നൊരു കാലമാണ്. ഷീജ ടീച്ചർ ഓർത്തത് വലിയ സന്തോഷമുണ്ട്. ഷീജ ടീച്ചർക്കും ഇവിടെ പങ്കുണ്ട്. ഇതൊക്കെ ഒത്തൊരുമിച്ച് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ. നേരത്തെ പറഞ്ഞ പോലെ ലോറൻസ്, പറമ്പൻ, ശിവദാസൻ ഒക്കെ കൂടി അടങ്ങുന്ന ചുങ്കത്ത് ബ്രദർ, അതുപോലെ തന്നെ പോളി ബ്രദർ, എല്ലാവരും കൂടുന്നൊരു മതനിരപേക്ഷമായ ഗവൺമെൻറ് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണെങ്കിലും എന്നെപ്പോലെ ആൾക്കൊരു സ്വകാര്യ പൊതു വിദ്യാലയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഞാൻ നീട്ടുന്നില്ല. നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ മര്യാദയ്ക്ക് കിടന്നുറങ്ങണമെങ്കിൽ നിങ്ങളുടെ മക്കളെ നല്ല ഉടുപ്പ് കൊടുത്താൽ മാത്രം പോരാ, നിങ്ങൾ വിളിച്ചിരുത്തി സ്നേഹപൂർവ്വം സംസാരിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകണം. ഇന്നലെയാണ് അർച്ചന എന്ന സിനിമാ നടിയുടെ ഒരു വീഡിയോ കണ്ടത്. നിങ്ങളും കണ്ടിട്ടുണ്ടാകും. അർച്ചന പറയുകയാണ്, ഒരു സിനിമയുടെ പ്രൊമോഷനുമായി പറയുകയാണ്, ഞാൻ LKGയിൽ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ ചോദ്യപേപ്പറിൽ ചുവന്ന വര കണ്ടപ്പോൾ ഞാൻ ആഹ്ലാദിച്ചു. എൻ്റെ ധാരണ എല്ലാ കുട്ടികളുടെ പേപ്പറുകളിലും നീലമഷിയാണ് ഉള്ളത്. എൻ്റെ ഉത്തര പേപ്പറിൽ മാത്രം ചുവന്ന മഷി മാത്രം കാണുന്നു. ഞാൻ വല്ലാതെ ആഹ്ലാദിച്ചു. അത് എന്നെ ബഹുമാനിക്കലാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ വീട്ടിൽ കൊണ്ട് എൻ്റെ അമ്മയോടും അപ്പനും പപ്പയോടും എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണിച്ചു കൊടുത്തപ്പോൾ അവരുടെ മുഖം വിഷമിച്ചു, വേദനിച്ചു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ധാരണ ചുവന്ന മഷി ഗംഭീരമാണെന്നാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറയാണ്, എനിക്ക് പലപ്പോഴും വാക്കുകൾ ഉച്ചരിക്കറിയില്ല. ഇപ്പോഴും ഒരു സ്ക്രിപ്റ്റ് തന്നാൽ എനിക്ക് വായിക്കാൻ അറിയില്ല. ഞാൻ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ് എന്ന് ഞാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. ഇങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ, ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ള കുട്ടികൾ, വിഷാദത്തിൽ പെടുന്ന വ്യക്തികളുടെ ഡിപ്രഷനിൽ പെടുന്ന കുട്ടികൾ, ഇവരെയെല്ലാം കണ്ടുപിടിക്കേണ്ട സമയം ഏറ്റവും ചെറുപ്പത്തിലാണ്. 1ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലുമാണ്. അവിടെ വെച്ച് പിടിച്ച് ഒരു പ്രാവശ്യം ഐസി ടീച്ചർ പറഞ്ഞ് ഓർമ്മ വരുന്നു, ഒരു കുട്ടി അയത്ത് വരുമ്പോൾ കരയുമ്പോൾ മോനെ എന്ന് വിളിക്കുമ്പോൾ 2ാമത്തെ അമ്മ ടീച്ചറായി മാറുന്നു. വളരെ ശരിയായുള്ള കാര്യമാണ്. ഒരു അമ്മൂമ്മ കുട്ടിയെ മാറത്ത് വെച്ച് തട്ടുമ്പോൾ മോനെ മോളെ കരയരുത്, നീ നിന്നെ അടിച്ച അമ്മയെ ഞാൻ ചീത്ത പറയാം എന്ന് പറയുമ്പോൾ അവൻ സുരക്ഷിത ബോധമുണ്ട്.